പാരീസിലെ രണ്ടാം ദിനം തുടങ്ങുന്നു. ഇന്നത്തെ യാത്ര ഒരു ലോക്കൽ അനുഭവമായി മാറി. ഹലോ എവരിവൺ, എല്ലാവർക്കും വാണ്ടറിംഗ് ലെൻസിന്റെ മറ്റൊരു വ്ളോഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. പാരീസ് മെട്രോ ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മുഴുവൻ സന്ദർശിച്ചത്. ലോക്കലി ട്രാവൽ ചെയ്യുവാനും എളുപ്പം എത്തുവാനുള്ള മാർഗം മെട്രോ തന്നെയാണ്. ഇത് യൂറോപ്പിലെ ഏറ്റവും പുരാതനവും വ്യാപകവുമായ മെട്രോ നെറ്റ്വർക്കുകളിൽ ഒന്നാണ്. ഞങ്ങൾ ഉപയോഗിച്ചത് നാവിഗോ ഈസി പാസ് ആണ്. ഞങ്ങൾ ആദ്യം സന്ദർശിച്ചത് സോർബൺ യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഇത് യൂറോപ്പിലെ ഏറ്റവും പഴയയും പ്രശസ്തവുമായ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. ഇതിന്റെ കെട്ടിടവും ചരിത്രവും പാരീസിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിന്റെ പ്രതീകമാണ്. അവിടെ നിന്നും സെന്റ് ലൂയിസ് സ്ട്രീറ്റിലൂടെ നടന്ന് ഞങ്ങൾ എത്തിയത് നോട്ടർഡാം കത്തീഡ്രലിലേക്ക്. ഇത് ഫ്രഞ്ച് ഗോത്തിക് ശൈലിയിലുള്ള ഒരു അതിപ്രസിദ്ധമായ കത്തീഡ്രലാണ്. 12ാം നൂറ്റാണ്ടിൽ നിർമ്മാണം ആരംഭിച്ച ഈ കത്തീഡ്രൽ ഏകദേശം 200 വർഷം കൊണ്ടാണ് പൂർത്തിയായത്. ഇതിന്റെ പ്രധാന ആകർഷണങ്ങൾ ഉള്ളത് ഗോത്തിക് ആർച്ചുകൾ, റോസ് വിൻഡോസ് എന്ന് വിളിക്കുന്ന വൻ വീതിയുള്ള സ്റ്റെയിൻസ് ഗ്ലാസസ് ആണ്. അവിടെ നിന്നും ഞങ്ങൾ പോയത് ടുലറീസ് ഗാർഡനിലേക്കാണ്. ലവ്റി മ്യൂസിയത്തിന്റെ മുന്നിലുള്ള ഈ ഗാർഡൻ പഴയ കാലത്തിലെ ഫ്രഞ്ച് രാജകുടുംബത്തിലെ രാജധാനിയുടെ ഭാഗമായിരുന്നു. ഇപ്പോൾ പാരീസിന്റെ ഹൃദയഭാഗത്ത് വിശ്രമിക്കാനും നടക്കാനും ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു സുന്ദരമായ സ്പോട്ടാണിത്. തുടർന്ന് ഞങ്ങൾ പോയത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ലവ്റെ മ്യൂസിയത്തിലേക്കാണ്. ഇവിടെയാണ് മൊണാലിസ, വീനസ് ഡി മീലോ, ലിബർട്ടി ലീഡിംഗ് ദി പീപ്പിൾ എന്നിവരുടെ പെയിന്റിംഗ് വെച്ചിട്ടുള്ളത്. ലവ്റെയുടെ പ്രവേശന കവാടത്തിൽ കാണുന്ന ഗ്ലാസ് പിരമിഡ് വളരെ പ്രശസ്തമാണ്. അത് പഴയതും പുതുമയും കലർത്തിയ ആധുനിക ഡിസൈൻ ആണ്. നിങ്ങളിൽ പലരും ഇത് ടോം ഹാങ്ക്സിന്റെ മൂവിയിൽ കണ്ടിട്ടുണ്ടാവും. തുടർന്ന് ഞങ്ങൾ ചെറിയ പാതകൾ, കഫേകൾ എല്ലാം താണ്ടി മോണ്ടെമാർട്ടെ ഏരിയയിലൂടെ യാത്ര ചെയ്തു. ഇവിടെ തന്നെയാണ് പ്രശസ്തമായ സാക്രേ കോർ ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. ഒടുവിൽ പാരീസിനോട് വിട പറയുകയാണ്. ഒരു നഗരത്തെക്കുറിച്ച് നന്നായി ഓർത്തിരിക്കാൻ കഴിയുന്ന അനുഭവങ്ങളും ഓർമ്മകളുമായി അടുത്ത യൂറോപ്യൻ രാജ്യത്തിലേക്ക് ഞങ്ങൾ യാത്ര തുടരും. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള യാത്രാ അനുഭവങ്ങൾ ഇഷ്ടമാണോ എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.